സിനിമയെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. കഷ്ടപ്പെടുന്നവർ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സിനിമ തകർക്കുന്നത് യൂട്യൂബേഴ്സ് ആണ്, അല്ലെങ്കിൽ റിവ്യൂവേഴ്സ് ആണ്. പ്രൊഡ്യൂസറുടെ കാശ് നഷ്ടം വരുന്നത് ഇൻഡസ്ട്രിക്ക് നഷ്ടമല്ലേ? ശുഭദിനം. ഇടയ്ക്ക് വന്ന് പറയുന്നേക്കാണല്ലോ, സിനിമയെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്, അയ്യോ എന്തൊക്കെയാണ്. അവസാനം കഷ്ടപ്പെടുന്നവർ കണ്ടോ? ഞാൻ അന്നും പറയത്തില്ല, ഇവന്മാർക്ക് എന്ത് കഷ്ടപ്പാട്. ഇവർ ക്യാരവാനിൽ ഇറങ്ങുന്നു, കൊടയുടെ അടി കയറി നിൽക്കുന്നു, മേക്കപ്പ് മാൻ വന്നിരുന്നു, അതുകൂടാതെ അവിടെ നിന്ന് വലിയ അഹങ്കാരം കാണിക്കുന്നു, പെണ്ണുങ്ങളെ പിടിക്കുന്നു. കോടീശ്വരന്മാരായ ആൾക്കാർക്ക് കഷ്ടപ്പാടുന്നു. ഇവർ ബാക്കിയുള്ളവർ കഷ്ടപ്പെടുന്നത് പൊക്കിയെടുത്തോണ്ട് വന്ന ഉളുപ്പില്ലാത്ത പരിപാടി കാണിച്ചവരാ ഇവരൊക്കെ. മനസ്സിലായി? പിന്നില്ലാതെ അർഹിക്കുന്നതിനൊക്കെ ഉള്ള പൈസ എന്തിനു ഇത്രയും കാശ് ഇവർക്ക്? ഇവനൊക്കെ എന്തോരം സ്വത്തുണ്ടെന്നാ വിചാരിച്ച്. പിന്നെ കുറെ മണ്ടന്മാരായ ഫാൻസും തീരെ ബുദ്ധിയും ബോധം ഇല്ലാത്തവന്മാർ അതിന്റെ പുറകെ ഇറങ്ങിച്ചെന്ന് ഇവർമാർക്ക് വേണ്ടി തല്ലാനും തിയേറ്ററിൽ കിടന്ന് അലമ്പുണ്ടാക്കാനും പേപ്പർ വാരി എറിയാനും പാലൊഴിക്കാനൊക്കെ നടക്കുമ്പോൾ ഇവരോടൊക്കെ പറഞ്ഞവർ മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഈ അവസരത്തിൽ ഇതെല്ലാം കൂടെ ഓർത്തെടുക്കുക. എഡിറ്റിംഗ് പഠിക്കാത്തവർ വിമർശിക്കരുതെന്ന്. പീഡിപ്പിക്കാത്തവരെന്ന് സിനിമയിൽ അഭിനയിക്കാതിരിക്കാൻ പറ്റൂ. പീഡിപ്പിക്കാത്തവർ സിനിമയിൽ അഭിനയിക്കുക. മനസ്സിലായോ? ഇവരെ ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കുക. ഇനി പുതിയ പടങ്ങളൊന്നും ഇവരുടെ വന്നാൽ കാണാതിരിക്കുക. ഈ നാറികളെ ഓടിക്കുക, നാട് കടത്തുക എന്നൊക്കെ വേണം പറയാൻ. അല്ല എന്താണ് പറയേണ്ടത്? എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഇവരുണ്ടാക്കുന്നതെന്ന് നോക്ക്. അന്ന് തന്നെ ഇപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞൊന്നും അല്ല കേട്ടോ. അത് ഒരു ഇന്റർനാഷണൽ ഇഷ്യൂ ആണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടായ ഒരു സംഭവമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഈ പറഞ്ഞ പോലെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിനിടയിൽ സമയം കളഞ്ഞ പരിപാടി. അത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് മാത്രമേ ഇത് സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു രാജ്യത്തും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുത്തിനും കയറ്റി വിടത്തില്ല. അത് മനസ്സിലായിട്ടില്ല ഇപ്പോഴും പലർക്കും. അവന്മാരിപ്പോഴും എനിക്കെതിരെ അതിന് കേസ് കൊടുത്തോണ്ടും എല്ലാം നമ്മളെ വായടപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അതിനകത്ത് പോലീസുകാർ കൂട്ടം നിൽക്കുക. അവർക്ക് മനസ്സിലായിട്ടില്ല ഇത് എന്താ നടക്കുന്നതെന്ന്. എല്ലാവരും അറിയാത്ത പോലെ അങ്ങ് കളിക്കുക. അത് അതുപോലത്തെ നാണക്കേടുകൾ ഇവരുടെ കയ്യിൽ നിന്ന് വരുന്നത് പലതും. പിന്നെ ഇപ്പൊ കണ്ടില്ലേ ഇത്രയും എല്ലായിടത്തും കൊണ്ട് എനിക്ക് തന്നെ കുറെ അറിയാം കഥകൾ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ അഖിൽമാരാറിനെ പോലത്തെ ഒരാളല്ലാത്തതുകൊണ്ട് ഞാൻ അവരോട് കേസ് കൊടുക്കാനേ പറയത്തുള്ളൂ. അവർ അങ്ങനെ ചെയ്താൽ പിന്നെ ബാക്കി എന്ത് വേണേലും നമുക്ക് കൂടെ വയ്ക്കുവോ പോവോ വരുമോ, പിന്നെ ഈ വീഡിയോ ഇടുവോ, കേസിന്റെ കാര്യങ്ങൾ നടത്തുവോ, എന്ത് വേണേൽ ചെയ്യാം. പക്ഷെ അല്ലാതെ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കേസ് ഞാൻ പിടിക്കാറില്ല. അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി കേൾക്കുന്നുണ്ട് കഥകൾ. ഇപ്പൊ ലാസ്റ്റ് വന്ന് പറഞ്ഞ ആളെന്ന് പറയുന്നവര് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് സംഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് മുന്നിൽ പറയാൻ പറ്റത്തില്ല, നമ്മളതിനകത്ത് ഇടപെടുത്തുമില്ല. അങ്ങനത്തെ പരിപാടി എടുക്കാൻ പറ്റത്തില്ല. അതിന്റെ അവസാനം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കാര്യമില്ലാതെ വേറെ കേസിലൊക്കെ പ്രതിയാവും. അത് ഇവന്മാരെ ആണെ അറിയാമല്ലോ, നാട്ടുകാർ അങ്ങനത്തെ അവന്മാരും കൂടാ. പറഞ്ഞ ഒരുത്തിനും കേൾക്കത്തുമില്ല, വിശ്വസിക്കത്തുമില്ല. എന്താ ഇയാളോടുള്ള അസൂയ കൊണ്ടാ? എന്തൊക്കെയാന്ന് കമന്റ്? അസൂയാന്ന് എന്തിന്? എനിക്കറിയത്തില്ല. അസൂയ തോന്നാൻ വേണ്ടി എന്തോ ഇടയിലുള്ളത് മണ്ടത്തിലൊക്കെ പറയുന്നത് എനിക്ക് വലിയ അസൂയപ്പെടാൻ തോന്നില്ല. അസൂയൊക്കെ അങ്ങനെ തോന്നത്തില്ല. പിന്നെ ആരെങ്കിലും അഡ്മയർ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരല്ലത്. സിനിമാ നടന്മാരെ ഒന്നും കണ്ടാൽ എനിക്കൊന്നും തോന്നുന്നില്ല. അതിനൊക്കെ വേറെ തരം ആളുകൾ വേണം. മനസ്സിലായോ? നമുക്ക് താല്പര്യമില്ലാത്തൊരു ഏരിയയും കൂടെ, പ്രത്യേകിച്ച് മലയാള ഫിലിം ഇൻഡസ്ട്രി വെറും അലമ്പ്. വളരെ കുറേ വർഷത്തിലൊരു 6 പടത്തിൽ കൂടുതൽ നല്ല ഇറങ്ങിയിട്ടൊന്നുമില്ല ഇവിടെ. അത് പലതും പന്ന സാധനമൊക്കെ എടുത്ത് പൊക്കി പിടിച്ച് ആൾക്കാരെ പറ്റിച്ചല്ലാതെ ഓസ്കാർ കിട്ടുമെന്ന്. കട്ടപ്പുറത്തിരുന്നൊരു കാറ് പോലും കിട്ടാത്ത പടങ്ങൾ അതിനെ ഓസ്കാർ കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നവർ. എന്നിട്ട് അതിനെപ്പറ്റി എന്തിനും പറഞ്ഞാൽ തെറി വിളിക്കാനായിട്ട് ഇറങ്ങി നടക്കുന്ന കുറെ വിവരമില്ലാത്തവന്മാർ. അതിനിടയ്ക്ക് അശ്വന്ത് ഗോക്കിനെതിരെയായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ. അശ്വന്ത് ഗോക്കിനെ നന്നാക്കാൻ പോയേക്കുവായിരുന്നു. ഏതൊരു സജി നന്ദിയായിട്ട് കൂടെ 24 കൊണോണയാണ് പറയുന്നുണ്ട്. റിവ്യൂവേഴ്സ് ആണ് സിനിമ തകർക്കുന്നത്. സിനിമ തകർക്കുന്ന റിവ്യൂവേഴ്സ് അല്ല, ഇതുപോലത്തെ പരിപാടിയും നെപ്പോട്ടിസം ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പല മാഫിയയുടെയും അല്ലെ ബ്ലാക്ക് മണിയുടെയും ഒക്കെ എന്താ പറയണ്ടേ ഇങ്ങനെയുള്ള ഇടപാടുകൾ നടത്തി വേണ്ടാത്ത പടങ്ങളെടുത്ത് ചുമ്മാ പ്രേക്ഷകനെ പറ്റിച്ച് കണ്ടിരിക്കുന്നവരെ എല്ലാം പൊട്ടനാക്കാൻ നോക്കുമ്പോൾ പറ്റിപ്പോകുന്ന ഒരു പ്രശ്നമാണ് ഇതൊക്കെ. ഇതുവരെ ഇങ്ങനത്തെ കേസുകളൊന്നും ഇല്ല. ഈ നാട്ടിൽ പെണ്ണ് കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ശ്രദ്ധ കിട്ടുന്ന കേസാണ്. അപ്പോൾ ഇവിടെ മാത്രമേ പണി നടക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഒരു വഴവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഇത് ലാസ്റ്റ് റൗണ്ട് പരിപാടിയാണ്. ഇനി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട. ഇനി സമയമില്ല ഇവർക്കൊന്നും. ഇതെല്ലാം വെറ്ററൻ ആക്ടേഴ്സിനെ പറ്റിയാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലുണ്ടായി. ഇനി ഇവർക്ക് ഒരു റിക്കവറി ഉണ്ടെന്ന് വിചാരിക്കുകയേ വേണ്ട. അത് പേടിച്ചിട്ടൊന്നും ആരും പറയാതിരിക്കരുത് കേട്ടോ. ഇത് ശ്രദ്ധിക്കണേ. അതായത് ഈ പറഞ്ഞ പുള്ളികൾക്ക് ഇനി ഒരു തിരിച്ചുവരവുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം. തിരിച്ചുവരവ് നടക്കത്തില്ല. ഇനി എന്തെങ്കിലും വന്ന് പുറത്തിറങ്ങി എന്ന് പറയാന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരുടെ അടുത്ത് അണ്ണാക്കി കൊടുക്കും. നേരിലേക്ക് നിലത്തോട്ട് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇവനൊന്നും. അതുകൊണ്ട് ഇവരാരും ഇനി തിരിച്ചു വന്നിട്ട് ഒരു പരിപാടി നടത്താനുള്ള സാധ്യത കുറവാണ്. ഇതോടെ തീർന്നു, ലാസ്റ്റ് റൗണ്ടാ. മനസ്സിലായോ? അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരണം. ആരും പേടിക്കരുത്. കാരണം ഇവന്മാർക്ക് ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല. ലാസ്റ്റ് റൗണ്ട് എല്ലാം തീരാറായതാ. ഇതൊക്കെ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന പോലത്തെ ഒരു പ്രായത്തിലായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവന്മാരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവന്മാർ ചെയ്ത പോക്കൃത്തരങ്ങളെല്ലാം വിളിച്ചു പറയണം. ഒരാളെയും വെറുതെ വിടേണ്ട കാര്യമില്ല. നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഇനിയും വെച്ചോണ്ടിരിക്കരുത്. പറ്റിയ കിൽ ബില്ല് കാണുക, അല്ലെ ഡെത്ത് പ്രൂഫ് കാണുക. ടെറന്റീനോ മൂവീസ് നല്ലതാണ് ഈ സമയങ്ങളിൽ കാണുന്നത്. മനസ്സിലായില്ലേ? റിവെഞ്ച് ഈസ് ബെസ്റ്റ് സർവ്ഡ് കോൾഡ് എന്ന് കേട്ടിട്ടില്ലേ? അത് പറഞ്ഞ പോലെ കിൽ ബില്ലും മറ്റേ ഡെത്ത് പ്രൂഫും ഒന്ന് കണ്ടേക്കാം. സാലോ കാണണ്ട, അത് അവരുടെ പടമാണ്.